ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതാ നേരെ ക്ലാസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലെത്തി ഒരു അരമണിക്കൂർ നമ്മൾ സിസ്റ്റത്തിലിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രൊജക്റ്റ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇതാ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മറ്റേ വേറെ ഗ്രൂപ്പിൻ്റെയാണ്. ഇതാണ് ഞങ്ങളത് കേട്ടോ. ഞങ്ങളതെല്ലാം കൂടി ഒരു വൃത്തിയില്ലാതായിട്ടുണ്ട് എല്ലാം കൂടി കേട്ടോ. എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഇത്രയും ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത് വരുന്നത്. കുറേ പണികൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന ദിവസത്തിനുള്ളിൽ വേഗം തന്നെ ഇത് ഫിനിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സോഫ അതുപോലെ സെറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ റൂഫ് വെക്കണം, കട്ട് ചെയ്യണം, അതൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പം മറ്റേ ഗ്രൂപ്പിലാണെങ്കിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, 2 ആൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിലാണെങ്കിൽ ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഉള്ളവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ വേറെ എന്തോന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ അക്ഷയ് ഓരോന്ന് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് വേഗം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ടൈം തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ ഗ്രൂപ്പിൻ്റെ 3 ആളുണ്ട് കേട്ടോ. അവർ 3 ആളും കൂടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കട്ടിങ്ങും ഒട്ടിക്കലും ഒക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് കടയിലെത്തി ഒരു ലൈമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ബസ്സിൽ കയറി നമ്മൾ നേരെ മുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടി ഞാനവിടെ മുട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വണ്ടിയും കൂടി എടുത്തിട്ട് വരണം കേട്ടോ. അങ്ങനെ വണ്ടി എടുത്ത് ഞാൻ ഇതാ വീട്ടിലെത്തി. ദിവമോളയും കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ വന്നിട്ടുള്ളത്. വീട്ടിൽ വന്നു. ഇനി ഡ്രസ്സൊക്കെ മാറ്റി ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെയും കൂടി ഞാൻ കൂട്ടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ലെങ്ത് ആവും. പിന്നെ അതൊരു വേറെ വീഡിയോ ആയി ഇടണ്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല. നെക്സ്റ്റ് കയറിയിട്ട് കുറച്ച് സാധനം എന്തോ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വെളിച്ചെണ്ണയാണോ ഓയിലാണോ എന്തോ ഓഫറിനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നെക്സ്റ്റിൻ്റെ ഉള്ളിലെത്തി. ഞാനും കസിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണ് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു കേട്ടോ. ശനിയാഴ്ച തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നെക്സ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയും ഓയിലൊക്കെ വെക്കുന്ന സെക്ഷൻ എവിടെയാണെന്ന് നോക്കിയും കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങളിത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഓഫറിലുള്ള ആ ഒരു വെളിച്ചെണ്ണ ആ ഒരു ഓയിൽ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഏതൊക്കെയോ റേറ്റിനുള്ളതാണ് ഇവിടെ കണ്ടത്. അപ്പം ഓയിൽ ക്യാൻസൽ ചെയ്തു. ഞാൻ ഏതൊക്കെയോ ഓയിലൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നുമല്ല നമ്മളെ ഓഫറിലുള്ളത്. അതിന് വേറെ എത്രയോ റേറ്റ് ആയിരുന്നു പറഞ്ഞത് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല എത്രയാണ് പറഞ്ഞതെന്ന് കേട്ടോ. പിന്നെ നമ്മൾ വേറെ എന്താ വാങ്ങാം, മിൽക്ക് മെയ്ഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രീം കേക്ക് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 199 ഡ്രീം കേക്കിന് ഓഫറിലുണ്ടായിരുന്നത്. അങ്ങനെ ദിവമോക്ക് ഡ്രീം കേക്ക് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ ഡ്രീം കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് പോയിട്ടോ. ആ ഒരു ഏരിയയിലേക്കാണ് പോയത്. അപ്പോൾ ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതെന്താണ് കുറേ ഉണ്ടാക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മളെ കേക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡ്രീം കേക്ക് വാങ്ങാം. അപ്പോൾ ഡ്രീം കേക്ക് ഞങ്ങൾ വാങ്ങി. 199 രൂപേൻ്റെ ഡ്രീം കേക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഡ്രീം കേക്ക് വാങ്ങി. പിന്നെ മിൽക്ക് മെയ്ഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബർത്ത്ഡേക്ക് ഇവിടുന്നാണ് കേട്ടോ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് ഇവിടുന്നാണ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രീം കേക്ക് 500 ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം 1 കിലോൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഡ്രീം കേക്ക് വാങ്ങി. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എവിടെയോ ആണെന്ന് നമുക്ക് ഈ താത്ത കാണിച്ചു തന്നു. അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിൽക്ക് മെയ്ഡും ഉണ്ട്. പിന്നെ മിഠായി മേക്കോ അതും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡായിരുന്നു. അങ്ങനെ ഈ ഒരു ചെറിയ ടിന്നിൻ്റെ മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിഠായി മേറ്റ് അവരെടുത്ത് തന്നിരുന്നു. പക്ഷെ അത് വേണ്ട, മിൽക്ക് മെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മളതാണ് വാങ്ങിയത്. അങ്ങനെ മിൽക്ക് മെയ്ഡും പിന്നെ ആ കേക്കും ഡ്രീം കേക്കും കൂടി വാങ്ങിയത് കൈ പിടിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ എല്ലാം മൊത്തത്തിൽ ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചു. നെക്സ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ഒന്ന് അരിച്ച് പെറുക്കാതെ അങ്ങോട്ട് ഇറങ്ങാൻ തോന്നൂല കേട്ടോ. പിന്നെ ഫുഡിൻ്റെ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വാങ്ങുന്നില്ലെങ്കിലോ
വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്താ കിടക്കുന്നതൊക്കെ ചില്ലിൻകൂട്ടിൻ്റെ ഉള്ളിൽ. പിസ്സ ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പപ്സ്, ബർഗർ, ഷവർമ, റോള്, എന്തൊക്കെയൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഞാനിവിടുന്ന് അധികം അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ വാങ്ങിയിട്ട്. പിന്നെ ഇതാ ചിക്കൻ്റെത്, ബീഫിൻ്റെത്, അത് ഇത് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, പിന്നെ പിന്നെന്താ ചിക്കൻ്റെ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ബീഫ് വരട്ടിയത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ സാലഡിൻ്റെ അടുത്ത് വന്നു കുറേ വാങ്ങണം എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട സമയം കുറേ ആയി എന്ന് വിചാരിച്ചിട്ട് എന്താക്കി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മേലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു അയൺ ബോക്സിൻ്റെ ഇത് റേറ്റ് നോക്കാൻ വേണ്ടി മേലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കസിന് സിറം വാങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ സിറം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഈ പ്ലിക്സിൻ്റെ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഞാൻ കാണാറുണ്ട്, ഓരോ പ്രൊമോഷൻ ചെയ്ത വീഡിയോസ് കിട്ടും. അപ്പോൾ അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. പിന്നെ മിനിമലിസ്റ്റിൻ്റെ ആയിട്ട് ഇവിടെ മൊത്തത്തിൽ ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കരിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരാൾക്ക് അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ സ്റ്റാൻഡിലേക്ക് പോയില്ല, ഇനി അത്രയും ദൂരം അങ്ങോട്ടേക്ക് നടക്കണ്ടല്ലോ, എന്തായാലും ഇതിലൂടെയല്ലേ ബസ് പോവുക, അപ്പോൾ ഇവിടുന്ന് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു വലിയ കരിക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷേ നമുക്ക് എടുത്തുന്നത് വേറൊരു ചെറിയ കരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ തന്നെ എന്താ പറയുക, അതിൽ കരിക്കിൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ല, അത് തേങ്ങ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ ഞങ്ങൾ കുടിച്ചു. പിന്നെ അത് തേങ്ങ ഞങ്ങൾക്ക് ഇങ്ങനെ പൂളി തന്ന് കവറിലാക്കി. അങ്ങനെ ഞാനിത് ആ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുട്ടിൽ വന്നിട്ട് വണ്ടി എടുത്ത് ദിവമോളെയും കൂട്ടി വീട്ടിലേക്ക് വിട്ടു കേട്ടോ. വീട്ടിൽ പോയിട്ട് നമ്മൾ നേരെ എന്താ ചെയ്തത്, നമ്മൾ ഡ്രീം കേക്കല്ല, ഞാൻ ആദ്യം പോയിട്ട് കുറച്ച് നാരങ്ങ വെള്ളം കലക്കി എന്നിട്ട് കുടിച്ചിട്ടോ. ഭയങ്കര ദാഹം കേട്ടോ, എന്താണെന്നറിയില്ല, വേനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെള്ളം കലക്കി കുടിച്ചു. ഉപ്പിട്ടിട്ടാണ് കേട്ടോ കലക്കിയത്, പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് തിന്നാന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കേക്കെല്ലാം കൂടി അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിവമോക്കും കൊടുത്തു, അങ്ങനെ ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഒരു ദിവസം, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സി യു. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.